Hey guys, this is Chandru and ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന UGC നെറ്റിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ ഐ ഡി 64 വരെ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തായിരുന്നു. എന്നതുകൊണ്ട് 60ൽ നിന്ന് നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അതായത് ക്വസ്റ്റ്യൻ ഐ ഡി 60. अरे छायावार रहेगा याद में संकलित परशुराम से तुर्खंबाड़ के संदर्भ में निम्नलिखित में से क्या क्या सही है എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇതിൻ്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻസ് നിങ്ങൾക്ക് നോക്കാം. 239 ദാറ്റ് ഈസ് ഓപ്ഷൻ 3, അതായത് എ ഓർ ബി. एक डायर की राम कहानी और लेखक के चालाकी कहानी, ഇത് രണ്ടുമാണ് ഇതിൻ്റെ റൈറ്റ് ആൻസർ. ഓക്കെ, എ ഓർ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇത് മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ ഓക്കെ, ഇതിൻ്റെ രചനകളുടെ 263 റൈറ്റ് ആൻസർ. ഓപ്ഷൻ 3 ആണ്. അപ്പോൾ ഓക്കെ, രചനകളാണ്. ഹോളി ഹെ प्रताप नारायण मिश्र, बी पीछे मत फेंकिए बालकृष्ण भट्ट, मेरी जन्मभूमि कसारी प्रसाद द्विवेदी, परंपरा बंधन नहीं विद्यानिवास मिश्र. ओके, नेक्स्ट क्वेश्चन लेके हम 89 असर्शन रीजन क्वेश्चन ആണ്. वीर कर्म से अलग वीरत्व का अस्तित्व नहीं है क्योंकि वीरत्व की अभिव्यक्ति कठोर साधना में होती है. ഓക്കെ, ഇതാണ് 353. അത് ഓപ്ഷൻ 1 ആണ് ഇതിൻ്റെ റൈറ്റ് ആൻസർ. എ ഓർ ആർ दोनों സത്യ ഹെ ഓർ ആർ എ की സഹി വ്യാഖ്യ ഹെ. ഓക്കെ, രണ്ടും ശരിയാണ്. അതുപോലെ തന്നെ റീസണും കറക്റ്റാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. 77 മോഹൻ രാകേഷ് के कहानी संग्रहों का प्रकाशन वर्ष के अनुसार सही अनुक्रम. ഈ 7 ആണ്. ഓപ്ഷൻ 2 ആണ്, അതായത് ബി नए बादल, जानवर और जानवर, एक और ज़िंदगी और फौलाद का आकाश. അതായത് ഓപ്ഷൻ 2 ആണ് ഇതിൻ്റെ റൈറ്റ് ആൻസർ. മോഹൻ രാകേഷ് के कहानी സംഗ്രഹിൻ്റെ ഇയർ വൈസിലുള്ള ഓർഡർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് പ്രകാശൻ വർഷിക. ഇതും ഓക്കെ, ഇത് ഉപന്യാസങ്ങൾ രചനാകാലനുസരിച്ച് ഓർഡറിൽ എഴുതാനുള്ളതാണ്. 317 ആണ് റൈറ്റ് ആൻസർ. അതായത് 1 ബി ഛൂട്ടാ സച്ച്, രാഗ് ദർബാരി, മാനസ് കാ ഹംസ്, സിന്ദഗി നാമ. ഓക്കെ, ഇതാണ് ഇതിൻ്റെ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. निम्नलिखित में से कौन सा तद्भव शब्द नहीं है. ഓക്കെ, ഇതിൻ്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് 4 ആണ്, അതായത് കവി തത്സം ശബ്ദ അല്ല. ബാക്കി റായ് ഹേത് ദാഹിന തത്ഭവ് ശബ്ദമാണ്. ഓക്കെ, എന്നാൽ കവി തദ്ഭവ് ശബ്ദമല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നിമ്നലിഖിത് में से कौन निर्गुण भक्ति काव्य के कवि नहीं है. ഇതിലാരാണ് നിർഗുണ ഭക്തികാവ്യത്തിൽ വരുന്ന കവി അല്ലാത്തത്. ഓക്കെ, നിർഗുണ ഭക്തി അതിനെക്കുറിച്ചൊക്കെ നമുക്ക് വരുന്ന വീഡിയോകളിൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഓപ്ഷൻ 3 ആണ് റൈറ്റ് ആൻസർ, ഈശ്വർ ദാസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതിപ്പോൾ UGC നെറ്റിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിലും സെറ്റ് എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് നോക്കാവുന്നതാണ്. ഒരു എന്താ പറയുക, ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണല്ലോ. चंद्रदेव से मेरी बातें हिंदी साहित्य की पहली कहानी थी जिसने अपने समय की राजनीति और अर्थनीति को केंद्रीय गद्य बनाया. ये किसका कथन है. ഓക്കെ, ഈ കോട്ട് ആരുടെയാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് 120 ആണ്, അതായത് ഓപ്ഷൻ 4 ഭവദേവ് പാണ്ഡെ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. मैं चाहता हूँ कि साहित्य संबंधी धारणाएं वास्तविक साहित्य में विश्लेषण के आधार पर बनाई जाए. ये पंक्तियाँ एक साहित्य की डायरी के किस प्रकरण से ली गई है. 40യുടെ റൈറ്റ് ആൻസർ 159 ആണ്, അതായത് ഓപ്ഷൻ 3 തീസര ഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് ഇതും അസർഷൻ റീസൺ ആണ്. ദളിത് വിമർശക വൈചാരിക ആധാർ ബാബा साहेब अम्बेडकर का दर्शन है. റൈറ്റ് ആണ് തീർച്ചയായിട്ടും ആ സെൻറ്റൻസ്. क्योंकि अम्बेडकर दर्शन पर मात्र दलित विमर्शक विचार कर सकता है. ഓക്കെ, 86ൻ്റെ റൈറ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ 343 ആണ്, അതായത് ഓപ്ഷൻ 3 എ സത്യ ഹെ ലേക്കിൻ ആർ അസത്യ ഹെ. ഓക്കെ, അതായത് അസർഷൻ ശരിയാണ് എന്നുള്ള അതിൻ്റെ റീസൺ തെറ്റാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നിമ്നലിഖിത് में से किसका संबंध മനോവിശ്ലേഷണവാദ से नहीं है എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതിൻ്റെ റൈറ്റ് ആൻസർ 50 ആണ്, അതായത് ഓപ്ഷൻ 2 പാഠ സംരചന. ഓക്കെ, മനോവിശ്ലേഷണവാദിൽ ഇത് വരത്തില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒരു സെക്കൻഡ് ടൈം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാരഗ്രാഫിനെ ബേസ് ചെയ്തുകൊണ്ട്, അതായത് UGC നെറ്റിൽ ഈ പ്രാവശ്യം
ഫസ്റ്റ് ഷിഫ്റ്റിൽ നോക്കുകയാണെങ്കിൽ രണ്ട് പാസേജ് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഫസ്റ്റിലെ പാസേജാണ് ഇതിനെ ബേസ് ചെയ്ത് 5 ക്വസ്റ്റ്യൻ, അടുത്ത് വേറൊരു പാസേജ് കൂടി ഉണ്ട് അതിനെയും ബേസ് ചെയ്ത് 5 ക്വസ്റ്റ്യൻ. ഓക്കെ, അതായത് ഏകദേശം 20 മാർക്ക് തീർച്ചയായിട്ടും ഈ പാസേജിൽ നിന്ന് തന്നെ ഉള്ളതായിരുന്നു. നെക്സ്റ്റ് നമുക്കിത് ജസ്റ്റ് ഞാനിത് പെട്ടെന്ന് വായിച്ചു പോവാം. निम्नलिखित अवतरण को ध्यानपूर्वक पढ़िए और प्रश्न का उत्तर दिए गए विकल्पों में से चुनिए. पशुत्व से मनुष्यत्व में जिस प्रकार अधिक ज्ञान प्रसार की विशेषता है उसी प्रकार अधिक भाव प्रसार की भी पशुओं के प्रेम की पहुंच प्रायः अपने जोड़े बच्चों या खिलाने पिलाने वालों तक की होती है. इसी प्रकार उनका क्रोध भी अपने सताने वालों तक की जाता है. നിങ്ങൾ മീനിങ് കൂടി മനസ്സിലാക്കി പോവുക. स्ववर्ग या पशु मात्र को सताने वालों तक नहीं पहुंचता, पर मनुष्य में ज्ञान प्रसार के साथ भाव प्रसार भी क्रमशः बढ़ता गया है. अपने परिजनों, अपने संबंधियों, अपने पड़ोसी, अपने देशवासियों, क्या मनुष्य मात्र और प्राणी मात्र तक से प्रेम करने पर को जगह उसके हृदय में बन गई है. मनुष्य की त्योरी मनुष्य को ही सताने वालों पर नहीं चढ़ती, गाय बैल और कुत्ते बिल्ली को सताने वाले पर भी चढ़ती है. पशु की वेदना देखकर भी उनके नेत्र सजल होते हैं. बंदर को शायद बंदरिया के मुख में ही सौंदर्य दिखाई पड़ता होगा, पर मनुष्य पशु पक्षी फूल पत्ते और रेत पत्थर में भी सौंदर्य पाकर मुक्त होता है. इस हृदय प्रसार का स्मारक स्तंभ काव्य है जिसकी उत्तेजना से हमारे जीवन में एक नया ജീവൻ ആ ജാത്ത ഹെ. അപ്പോൾ ഈ സെൻറ്റൻസ് എന്താണ്? ഫസ്റ്റിൽ എന്ന് പറയുന്ന മനുഷ്യനെ മൃഗങ്ങളിൽ നിന്ന് എങ്ങനെ വേർതിരിച്ച് നിർത്തുന്നു എന്ന് ഉള്ള പോയിന്റിനെ കുറിച്ച് പറയുന്നുണ്ട്. അവസാനം നമ്മൾ എത്തി നിൽക്കുന്ന കാവ്യത്തിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, അത് എന്താണ്? ഈ ഹൃദയ പ്രസാർ കാ സ്മാരക സ്തംഭ കാവ്യ ഹെ ജിസ്കി ഉത്തേജന സെ ഹമാരെ ജീവൻ में एक नया जीवन आ जाता है. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ സെൻറ്റൻസ്. നമ്മളിതിൻ്റെ മീനിങ്ങിലേക്ക് പോകുന്നില്ല, ക്വസ്റ്റ്യൻസ് നോക്കാം. ഉപയുക്ത अवतरण के संदर्भ में निम्नलिखित में से कौन सा कथन सही है? ഓക്കെ, ഇതിൽ ഏത് സെൻറ്റൻസ് ആണ് ശരി എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഓക്കെ 95 ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് 379. അത് ഓപ്ഷൻ 3 ആണ് ശരി. മനുഷ്യക്ക് ക്രോധ और करुणा प्राणी मात्र तक व्यापक है. ഓക്കെ, മനുഷ്യൻ്റെ ദേഷ്യവും കരുണയെല്ലാം പ്രാണി മാത്ര തക് വ്യാപക് ഹെ. ഓക്കെ, ജീവനുള്ളതിൽ മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, നിമ്നലിഖിത് ഓക്കെ പാസേജ് അത് തന്നെയാണ്, അതിന് ബേസ് ചെയ്തിട്ടുള്ള രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഉപയുക്ത അവതरण के आधार पर कौन सा कथन सही है എന്നാണ് ക്വസ്റ്റ്യൻ. ഇതിൻ്റെ റൈറ്റ് ആൻസർ 361 ആണ്. അതായത് ओके ऑप्शन 1 काव्य भावोत्तेजता के माध्यम से जीवन का कायाकल्प करता है. ओके, ഇതാണ് എൻ്റെ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാൻ 93 പാസേജ് സെയിം ആണ്. ഉപയുക്ത അവതरण के आधार पर इनमें से कौन सा कथन सही है എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, 1 സെക്കൻഡ്. 93 372 ഇതിൻ്റെ റൈറ്റ് ആൻസർ मनुष्य का प्रेम और द्वेष पशुओं से अधिक व्यापक है. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 92 ആണ്. അതും സെയിം പാസേജിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഉപയുക്ത അവതरण के आधार पर निम्नलिखित में कौन सा कथन सही नहीं है എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻഡ് ദ റൈറ്റ് ആൻസർ ഈസ് 368. അതായത് ഓപ്ഷൻ 4 ആണ്. മനുഷ്യക്ക് സൗന്ദര്യാനുഭൂതി പ്രാണിതർ ഹെ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 94. ഓക്കെ, അതിൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഉപയുക്ത അവതरण के निम्नलिखित में से कौन सा कथन सही नहीं है എന്നുള്ളതാണ്. 374 റൈറ്റ് ആൻസർ. അതായത് 2 പശുമാത്ര की परेशानी से दुखी होते हैं. ഓക്കെ, ഇതാണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ അത്രയായിരുന്നു ഫസ്റ്റ് പാസേജിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്. നമ്മളിത് ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നില്ല, ജസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ള ഒരു ഒപ്പീനിയനിലാണ് വീഡിയോ ചെയ്യുന്നത്.
ഓക്കെ, അപ്പോൾ ഇത് രണ്ടാമത്തെ പാസേജാണ്, ഇതുകൂടി ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഈ പാസേജ് ഞാൻ വായിക്കാം. हमारी परंपरा महिमामयी, उत्तराधिकार विपुल और संस्कार उज्जवल है. हमारे अनजान में भी ये बातें हमें एक खास दिशा में सोचने की प्रेरणा देती है. ये जरूर है कि परिस्थितियाँ बदल गई है, उपकरण नए हो गए हैं और उलझनों की मात्रा भी बहुत बढ़ गई है, पर मूल समस्याएं बहुत अधिक नहीं बदली है. भारतीय चित्त जो आज भी अधीनता के रूप में न सोचकर स्वाधीनता के रूप में सोचता है, वो हमारे दीर्घकालीन संसारों का फल है. वो स्व के बंधन को आसानी से नहीं तोड़ सकता. अपने आप पर अपने आप के द्वारा लगाया हुआ बंधन हमारी संस्कृति की बड़ी भारी विशेषता है. ഇതിനകത്ത് നമ്മുടെ കൾച്ചറിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. मैं ऐसा तो नहीं मानता कि जो कुछ हमारा पुराना है, जो कुछ हमारा विशेष है, उससे हम चिपटे ही रहे. ഓക്കെ, എന്താണ് പൂർണ്ണമായിട്ട് നമ്മുടെ കൾച്ചറിൽ തന്നെ ബിലീവ് ചെയ്ത് മുന്നോട്ട് പോകണം എന്നില്ല. पुराने का मोह जब सब समय वांछनीय ही नहीं होता. मेरे बच्चे को गोद में दबाए रखने वाली बंदरियाँ मरे बच्चे को गोद में दबाए रखने वाली बंदरियाँ मनुष्य का आदर्श नहीं बन सकती. परंतु मैं ऐसा भी नहीं सोच सकता कि हम अनुसंधित्सा के नशे में चूर होकर अपना സർബസ് ഹോദേ. ഓക്കെ, ഇപ്പോൾ നമ്മുടെ കൾച്ചറിനെ കുറിച്ചൊക്കെയുള്ളതാണ്. സെൻറ്റൻസ് പാരഗ്രാഫാണ്, നമ്മളിതിൻ്റെ മീനിങ് നോക്കുന്നില്ല. ഓക്കെ, ജസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കുന്നതേ ഉള്ളൂ. ഇതിൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഉപരിക്ത അവതരണം കോൺസ കഥൻ സഹി ഹെ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതിൻ്റെ റൈറ്റ് ആൻസർ 3 ആണ്. അപ്പനേക്കോ അപ്പനെ അനുശാസൻ മേ രഖ്ന. ഓക്കെ, അതിനെക്കുറിച്ചും ഈ പാരഗ്രാഫിൽ പറയുന്നുണ്ട്. അതായത് അപ്പനേക്കോ അപ്പനെ അനുശാസൻ മേ രഖ്ന. ഓക്കെ, നമ്മൾ തന്നെ തീരുമാനിച്ചിട്ടുള്ള അതിർവരമ്പുകളിൽ നമ്മൾ നിർത്തുക എന്ന് വേണമെങ്കിൽ പറയാം. 99. ഓക്കെ, ഇതും സെയിം പാസേജിനെ ബേസ് ചെയ്തിട്ടുള്ള, ഇതിലും സഹി ഹെ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ ഇതിൻ്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 4 ആണ്. നയ അനുസന്ധാൻ കെ ബാവജൂദ് ഹമേ അപ്പനി പരമ്പരാക്കി അച്ചി ബാത്തോं को പച്ചാക്കർ രഖ്ന ചാഹിയെ. എന്താണ് നമ്മുടെ കൾച്ചർ പൂർണ്ണമായിട്ട് അതിനെ ഉപേക്ഷിക്കണമെന്നല്ല, അതിലെന്തൊക്കെയാണ് നല്ലതുള്ളത്, ഓക്കെ, നല്ല കാര്യങ്ങൾ നമ്മൾ അബ്സോർബ് ചെയ്യണം. ഓക്കെ, അതിനെ ഫോളോ ചെയ്യണമെന്നും ഇതിൽ പറയുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 97. ഓക്കെ, കോൺസാ കഥൻ അനുപയുക്ത് ഹെ. ഓക്കെ, അതാണ് ക്വസ്റ്റ്യൻ. 385 ആണ് റൈറ്റ് ആൻസർ. ഹം അന്ധീനതാ കെ രൂപ में सोचने के अभ्यस्त है. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, അനുപയുക്തമായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 98. സർവാധിക് ഉപയുക്ത കഥൻ 390, അതായത് ഓപ്ഷൻ 2 ആണ്. പുരാനേക്കോ വിവേകപൂർവ്വം ഗ്രഹൺ കർണാ ചാഹിയെ. ഓക്കെ, പഴയ കൾച്ചറിനൊക്കെ എന്താണ് അതിൽ നല്ല കാര്യങ്ങൾ അബ്സോർബ് ചെയ്യുക എന്നുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇതും സെയിം പാസേജിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്, അതുകൊണ്ടാണ് പാസേജ് വീണ്ടും വീണ്ടും വായിക്കാത്തത്. കോൺസാ കഥൻ സഹി നെഹി എന്നുള്ളതാണ് ഇവിടെയും ക്വസ്റ്റ്യൻ. ഇതിൻ്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 1 ആണ്. മൂൽ സമസ്യായം ബഹുത് ബദൽ ഗയി ഹെ. ഓക്കെ, എന്താണ് മൂൽ സമസ്യ, എന്താണ് അടിസ്ഥാന പ്രശ്നങ്ങളിൽ വലിയ മാറ്റം വന്നിട്ടില്ലെന്നാണ് പാസേജ് പറയുന്നത്. ഓക്കെ, മൂൽ സമസ്യായം ബഹുത് ബദൽ ഗയി ഹെ എന്ന് മൂൽ സമസ്യായം ബഹുത് ബദൽ ഗയി ഹെ എന്നുള്ളതാണ് ഈ ക്വസ്റ്റിൻ്റെ റൈറ്റ് ആൻസർ. അങ്ങനെ നമ്മൾ UGC നെറ്റിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ജസ്റ്റ് നോക്കി. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തില്ല, ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻ എന്ന് പരിചയപ്പെട്ടു. ഇപ്പോൾ ഈ പാസേജിൻ്റെ ആണെങ്കിലും ഇത് ശരിക്കും നോക്കേണ്ടതായിരുന്നു. എന്തായാലും നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി മാത്രമാണ് വീഡിയോ ചെയ്ത്. ഓക്കെ, എനിവേ, അപ്പോൾ നമ്മളുടെ എക്സാം അനാലിസിസ് വീഡിയോസ് കംപ്ലീറ്റ് ആയി നമ്മൾ കേട്ടറ്റിൻ്റെ ക്ലാസ്സുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കും. സോ ഈ വീഡിയോയിൽ ഇത്ര മാത്രം. സീ യു ഇൻ ദ നെക്സ്റ്റ്. താങ്ക് യു.